നമ്മുടെ ചായക്കടയിൽ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന നല്ല ചൂടൻ മോര് പോരാന്നുള്ള ഉള്ളിവടയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നല്ല ചൂട് ചായക്കൊപ്പം അതേപോലെ തന്നെ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. കൂടെ നല്ലൊരു മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ എന്ന വൈബായിരിക്കുമെന്ന്. അപ്പോൾ ദാ ഇതേപോലെ പുറഭാഗമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം സോഫ്റ്റായിട്ട് ശരിക്കും വെന്ത് വന്നിട്ടുള്ള അടിപൊളി ഉള്ളിവടയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡിയാക്കി എടുക്കാനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 4 സവാള എടുത്ത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ തീരെ പൊടിയായിട്ട് ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുരുകുരാന്ന് നന്നായിട്ട് ചോപ്പൊന്നും ചെയ്തെടുക്കരുത് കേട്ടോ. ഇതേപോലെ തീരെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ വേണം ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് എല്ലാ ഭാഗവും ഒരുപോലെ ഇങ്ങോട്ട് വെന്ത് വരുള്ളൂ. കുറച്ച് ഭാഗം കനം കൂടിയും കുറച്ച് ഭാഗം കനമൊക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും വെന്ത് വരുന്നത്. അപ്പോൾ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേപോലെ വെന്ത് വരില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ ആണെങ്കിലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ശരിക്കും ഇതേപോലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്യരുത്, കൈവച്ച് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നപ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചിയും അതേപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളകും കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നിറച്ച് തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. എരിവ് കുറവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 3-4 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പൊടികളായിട്ട് മൈദയും അതേപോലെ തന്നെ കടലമാവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സവാള എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സവാളയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം കടലമാവും അതേപോലെ തന്നെ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും മൈദയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിന് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. നല്ല എരിവുള്ളതാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതേപോലെ കൈവച്ച് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത മൈദയും കടലമാവും കൂടി പോകരുത്. അതേപോലെ തന്നെ നമ്മൾ സവാള എടുക്കുമ്പോൾ അതനുസരിച്ച് വേണം മൈദയും കടലമാവും ചേർത്ത് കൊടുക്കാനായിട്ട്. രണ്ടും ഒരുപാട് കൂടി പോവാതെ ബാലൻസ് ചെയ്ത് എടുക്കുക കേട്ടോ. കണ്ടോ ഇതേപോലെ ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു പരുവത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിവടയുടെ മിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നല്ല ചൂടായ ഓയിലിലേക്ക് കയ്യിൽ കുറച്ച് എടുത്ത് ഇതേപോലെ ഒന്ന് പതുക്കെ പരത്തിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പരത്തൊന്നും വേണ്ട, തീരെ കനം കുറച്ച് പരത്തൊന്നും വേണ്ട. ഈ ഒരു വലിപ്പത്തിൽ മാത്രം പരത്തിയാൽ മതി. പരത്തുന്നതിന് മുമ്പ് കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഓയിലിലേക്ക് വീണോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ മിക്സും കയ്യിൽ ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു വശമൊക്കെ കരിഞ്ഞു പോകും, പെട്ടെന്ന് മുരിഞ്ഞു വരും. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര നന്നായിട്ട് വെന്ത് വരില്ല. ലോ ഫ്ലെയിമിലും വെക്കേണ്ട. ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ 2 വശം ഒന്നും കൂടി തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിവടയുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. മൈദയുടെയും അതേപോലെ തന്നെ കടലമാവിൻ്റെയും ഒക്കെ മിക്സ് അളവ് ഒന്ന് നോക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് 2 വശം കളറൊക്കെ ഒന്ന് മാറി പുറംഭാഗമൊക്കെ ആണെങ്കിൽ നല്ലോണം ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കോരി എടുത്തിട്ട് അടുത്ത ബാച്ചും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ പുറംഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകുന്നതിന് മുമ്പ് ചെറു ചൂടോടുകൂടി നല്ലൊരു സോസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.